ന്യൂജൻ കള്ളിയങ്കാട്ടു നീലി. ഇന്നത്തെ കാലഘട്ടത്ത് ഇത്തരം യക്ഷിയുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയിരിക്കും? വരൂ നമുക്ക് നോക്കാം. അവളുടെ പേര് കേട്ടാൽ പോലും മനുഷ്യർ നടുങ്ങും. കാലങ്ങളായി കഥകളിൽ പറഞ്ഞുവരുന്ന രാത്രിയുടെ ഭയങ്കര രാജ്ഞി കള്ളിയങ്കാട്ട് നീലി. പഴയകാലത്ത് അവൾ വൃക്ഷങ്ങളുടെയും കാടുകളുടെയും ഇടയിൽ മറഞ്ഞിരുന്ന യക്ഷിയായിരുന്നു. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്ന കഥ, നീലി ഇന്നത്തെ തലമുറയിൽ തിരിച്ചുവന്നാൽ അവളുടെ ജീവിതം എങ്ങനെയിരിക്കും? സോഷ്യൽ മീഡിയ, മൊബൈൽ, നൈറ്റ് ക്ലബ്ബ്, ഹൈടെക് നഗരങ്ങൾ എന്നിവയുള്ള ഈ ലോകത്തിൽ ഒരു യക്ഷി വന്നാൽ എന്താണ് സംഭവിക്കുക? ഇന്നത്തെ കഥ കള്ളിയങ്കാട്ട് നീലി ന്യൂ ജനറേഷൻ. സ്വാഗതം. പഴയ കഥകളിൽ പറഞ്ഞിരുന്നത് നീലി അസാധാരണ സൗന്ദര്യം കൊണ്ട് ആളുകളെ വശീകരിച്ച് പിന്നെ അവരുടെ രക്തം കുടിച്ചെടുക്കുന്നവളാണ്. അവളുടെ ചിരി കേട്ടാൽ ആരും അവളുടെ അടുക്കൽ പോകാതിരിക്കില്ല. ഒരിക്കൽ ഒരാൾ അവളെ വഞ്ചിച്ചു. വഞ്ചനയുടെ പ്രതികാരമായി അവൾ ഭീകര യക്ഷിയായി മാറി. അന്നത്തെ ലോകത്ത് കാടും മരങ്ങളും നിലാവും അവളുടെ വേദിയായിരുന്നു. അവളെ കണ്ടവർ ഒരിക്കലും തിരിച്ചു വന്നില്ല. പക്ഷേ ഇന്നത്തെ ലോകത്ത് കാടില്ല, മരങ്ങളില്ല. സാധാരണ മനുഷ്യർ മൊബൈൽ സ്ക്രീനിലേക്കാണ് നോക്കുന്നത്. അതിൽ തന്നെയാണ് അവൾ വന്നിരിക്കുന്നത്. ഇന്നത്തെ നീലി അവളൊരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായിരിക്കും. ലക്ഷക്കണക്കിന് ഫോളോവേഴ്സും റീൽ ട്രെൻഡിങ്സും അവൾക്കുണ്ടാവും. അവളുടെ റീൽസ് കാണുന്നവർ രാത്രിയിൽ അവളെക്കുറിച്ച് സ്വപ്നം കാണും, ചാറ്റ് തുടങ്ങും, സൗന്ദര്യം കൊണ്ട് ആകർഷിക്കും. ലെറ്റ്സ് മീറ്റ് അറ്റ് മിഡ്നൈറ്റ് എന്ന് മെസ്സേജ് അയക്കും. പിന്നെ ആരും കാണാത്ത ഇരുട്ടിലേക്ക് അവൾ അവരെ കൂട്ടിക്കൊണ്ടുപോകും. CCTVയിൽ ഒരിക്കലും ഫോക്കസ് ആകാത്ത ഒരു മുഖം, ഊബർ ക്യാബ് റെക്കോർഡ്സിൽ ഒരു പേരില്ലാത്ത യാത്രക്കാരി. പോലീസ് അന്വേഷിക്കും, പക്ഷെ അവളെപ്പറ്റി ഒരറിവും കിട്ടുകയില്ല. അവൾ ടെക്നോളജീനെ പോലും വെല്ലുവിളിക്കും. അവൾ പോകുന്ന സ്ഥലത്ത് വൈഫൈ സിഗ്നലോ മൊബൈൽ സിഗ്നലോ ഒന്നും തന്നെ ലഭിക്കുകയില്ല. മൊബൈൽ സ്ക്രീൻ ഫ്രീസാകും. വാട്സാപ്പ് വോയിസ് നോട്ടിൽ അവളുടെ പിന്നണി ശബ്ദം കേൾക്കാം. പണ്ടത്തെ നീലി കുടിലിനുള്ളിൽ വിളക്കുമായി ഇരിക്കും. എന്നാൽ ന്യൂജൻ നീലി 13th ഫ്ലോറിൽ ഒരു ലക്ഷറി ഫ്ലാറ്റിൽ താമസിക്കുന്നു. അവളുടെ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ അതിൽ കൂൾ ഡ്രിങ്ക്സിന് പകരം റെഡ് കളർ പോലുള്ള ഒരു വൈനാണുള്ളത്. ഒരു പാർട്ടി ഗേളിനെ പോലെ അവൾക്ക് ആവശ്യമുള്ളപ്പോൾ അത് ക്രിസ്റ്റൽ ഗ്ലാസ്സിലേക്കൊഴിച്ച് സിറ്റിയുടെ സ്കൈലൈനിലേക്ക് നോക്കി സിപ്പ് ചെയ്യും. അത് വെറുമൊരു റെഡ് വൈൻ അല്ല, അത് അവളുടെ ഇരകളുടെ ബ്ലഡാണ്. അവസാനം പണ്ടത്തെ പോലെ അവളെ തളക്കാൻ ഒരു കത്തനാരുമെത്തി. അങ്ങനെ കേരളത്തിന്റെ പഴയ കഥകളിൽ ഒരുപാട് ശക്തിയുള്ള പുരോഹിതന്റെ പേര് ഇന്നും കേൾക്കാം, കടമറ്റത്തെ കത്തനാർ. പക്ഷേ ഇന്നത്തെ കാലത്ത് സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ് എന്നിവയൊക്കെ കത്തനാറിന്റെ കൈവശമുണ്ട്. ഡാർക്ക് വെബ് സ്കാൻ ചെയ്യുന്ന ഒരു സൈബർ പ്രീസ്റ്റാണ് അദ്ദേഹം. ഹോളോഗ്രാം ക്രോസ്, ഡ്രോൺസ്, എൻക്രിപ്റ്റഡ് മന്ത്രാസ് ഒക്കെ കത്തനാറിന്റെ ആയുധങ്ങളായിരുന്നു. അങ്ങനെ അവസാനം കത്തനാർ നീലിയെ ഒരു ഹാർഡ് ഡിസ്കിലാക്കി. വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം എന്തോ ഒരു ശബ്ദം കേട്ട് പരിഭ്രാന്തനായ കത്തനാർ ഹാർഡ് ഡിസ്ക് തുറന്നു നോക്കി. അതിൽ ഡേറ്റയൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും നീലി ആ ഹാർഡ് ഡിസ്കിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന്. പക്ഷേ അതങ്ങനെയല്ല. കത്തനാർ നീലിയെ ഹാർഡ് ഡിസ്കിൽ ആക്കിയെങ്കിലും പിന്നീട് അവർ സുഹൃത്തുക്കളായി ഒന്നിച്ച് പല ശക്തികളെയും വേട്ടയാടി. അങ്ങനെ അവൾ തന്റെ പ്രയാണം തുടർന്നുകൊണ്ടുതന്നെയിരുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. നന്ദി. മറ്റൊരു രസകരമായ കാഴ്ചയുമായി നിങ്ങളെ വീണ്ടും കാണാം.